വെളിച്ചമുള്ള പകലും കുറ്റാക്കുറ്റിയിട്ടുള്ള രാത്രിയും ഒരുപോലെ ആനപ്പേടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തെമ്മല പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മാമ്പഴത്തറ എന്ന പ്രദേശത്തേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. പുനലൂരിൽ നിന്ന് പത്തനാപുരം പോകുന്ന റൂട്ടിലെ നെല്ലിപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ മാമ്പഴത്തറയിലേക്ക് പോകുന്നത്. കാരണം ഒരുപാട് വഴികളുണ്ട് മാമ്പഴത്തറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഒരു വഴിയാണ്. കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടങ്ങളുടെ ഇടയ്ക്കൂടാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര. പഴയ റബ്ബറൊക്കെ മുറിച്ച് അവിടെ പുതിയ റബ്ബർ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു അത്യാവശ്യം ഇടുങ്ങിയ ഒരു റോഡ് തന്നെയാണ്. ഈ റോഡിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് കുറേയധികം ദൂരം യാത്ര ചെയ്തിട്ട് വേണം മാമ്പഴത്തറയിലേക്ക് എത്താൻ. ഇതിപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ്. അത്യാവശ്യം ആൾതാമസമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ ചെല്ലുന്നത് ആദ്യം ഒരു പാലത്തിലേക്കാണ്. ചെറിയൊരു ലുക്കൗട്ട് എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. ഈ ഒരു തടിപ്പാലം, തടിയും കമ്പിയൊക്കെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാലത്തിൽ നമ്മൾ കയറി ഇതിൻ്റെ സെൻറ്ററിൽ എത്തുന്ന സമയത്ത് നല്ല ഷേക്ക് അനുഭവപ്പെടും. കാരണം ഇത് നമുക്ക് കൈ പിടിക്കാനുള്ള കൈവരിയായിട്ട് ഇങ്ങനെ കമ്പിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഷേക്ക് ഉണ്ടാവും. ആദ്യമായിട്ടൊക്കെ നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പാലമാണ്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് വലത്തേക്കാണ് തിരിയാനുള്ളത്. മാമ്പഴത്തറ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്നു. അവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. പഴയ കെട്ടിടങ്ങളാണ്. ജോലിക്കാരും ഒക്കെ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പാലം കയറുന്നുണ്ട്. ആ പാലം കയറി കഴിയുമ്പോൾ തന്നെ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡുകളൊക്കെ കാണാൻ പറ്റും. ആനിമൽസൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം വളരെ സൂക്ഷിച്ച് പോകാനുള്ളതാണ്. കാരണം ആനിമൽ സൈറ്റിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബോർഡ് അവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ആനയും കുട്ടിയാനയൊക്കെ ആയിട്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിരവധി ആനകളെ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണിത്. എല്ലാ ദിവസവും, ഒരുവിധപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. മരത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹട്ട് പോലെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറിപ്പാനായിട്ട് നേരത്തെ ഒരു ഏണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ കയറുന്ന അപകടകരമായതുകൊണ്ടായിരിക്കും അവർ ഏണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തടികളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്ന കാണാൻ ആന ഇറങ്ങേണ്ട അടയാളങ്ങളൊക്കെ ഉണ്ട്. അവിടെ കഴിഞ്ഞ് ഈ പച്ചപ്പ് നിറഞ്ഞ കാട്ടിനകത്തൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇവിടെയാണ് മാമ്പഴത്തറ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് തിരുവിതാംകൂർ രാജഭരണകാലത്ത് തമിഴ്നാട്ടിലേക്കുള്ള ഒരു പ്രധാന പാത കൂടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ, കൈതകൃഷിയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ചെറിയൊരു കാട്ടരുവിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്ട്രൈറ്റ് റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂരെയായിട്ട് മലകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെയാണ് നമ്മുടെ മണിയണ്ണൻ്റെ ചായക്കട. അപ്പോൾ ഞങ്ങളൊരു ക്യാൻറ്റീനിൽ നിന്നൊരു ബോർഡ് കണ്ടിട്ട് അവിടെ കയറിയ സമയത്ത് ഇത് മണിയണ്ണൻ്റെ ക്യാൻറ്റീനാണ്. അപ്പോൾ മണിയണ്ണൻ സുഖിയനാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ സുഖിയനും ചായയും, ഞങ്ങൾ ഒരു ചൂട് ചായയും ചൂട് സുഖിയനും ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് അവിടുന്ന് മുമ്പോട്ട് യാത്ര തിരിച്ചു. വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് മണിയണ്ണൻ എന്ന് പറയുന്നത്. മണിയണ്ണൻ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ കണ്ടത് ഒരു മയിലിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയ കൃഷിയിടങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയേക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. സൺസെറ്റ് ചെറിയൊരു വ്യൂ, അത് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ദിവസം നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ചെറിയ മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അതുപോലെ ദൂരെ സൺസെറ്റ്, 2 മലകൾക്കിടയിലൂടെ സൺസെറ്റ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് സഞ്ചാരികൾ മാത്രം, അതായത് തിരക്ക് ഉള്ള ദിവസം അല്ലാത്തതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണമൊക്കെ നല്ല കുറവായിരുന്നു. അപ്പോൾ പുനലൂർ ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബസ് സർവീസ് ഇവിടേക്ക് ഉണ്ട്. 2 ബസ്സുകളാണുള്ളത്. അപ്പോൾ ഇനിയും മാമ്പഴത്തറ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സീക്രട്ട് ടൈൽസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ